തൊട്ടിൽപ്പാലം കേന്ദ്രമാക്കി വോളിബോൾ അക്കാദമി ആരംഭിക്കുമെന്ന് അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് പറഞ്ഞു. നാദാപുരം പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം ക്ലബിന്റെ വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ടോം ഇക്കാര്യം പറഞ്ഞത്. ഞാൻ വോളിബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് തൊട്ടിൽപ്പാലം വോളിബോൾ അക്കാദമിയിലൂടെയാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോളിബോൾ അക്കാദമി തൊട്ടിൽപ്പാലം നിലനിൽക്കുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വോളിബോൾ അക്കാദമി തൊട്ടിൽപ്പാലം എൻ്റെ പേരിൽ നിലനിർത്തണം. എനിക്ക് വോളിബോൾ അക്കാദമി വീണ്ടും ഒന്ന് പുനരുദ്ധീകരിക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വോളിബോൾ ഇതിനു വേണ്ടി നമ്മുടെ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. ജിജി തോമസ് സാറിനോട് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ വോളിബോൾ അക്കാദമി പോലത്തെ ഒരു സംരംഭം ടോമിൻ്റെ പേരിൽ തുടങ്ങാമെന്ന്. അത് എൻ്റെ ഗ്രാമമായ തൊട്ടിൽപ്പാലം തന്നെ തുടങ്ങണമെന്ന ആഗ്രഹം. അത് ഞാൻ എങ്ങനെയായാലും തൊട്ടിൽപ്പാലം തന്നെ അത് കൊണ്ടുവരും. മലയോര പ്രദേശങ്ങളിലുള്ള എന്നെപ്പോലെ തന്നെ പാവപ്പെട്ട കൂടുതൽ വോളിബോൾ താരങ്ങളെ ഈ ഫീൽഡിൽ കൊണ്ടുവരാമെന്നാണ് എൻ്റെ ആഗ്രഹം. തനിക്ക് പരിശീലനം നൽകിയ തോമസ് സാറിന്റെ മേൽനോട്ടത്തിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് വോളിബോൾ അക്കാദമി പ്രവർത്തിക്കുകയെന്നും വോളിബോൾ താരങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ സഹകരണം ലഭിക്കുന്നില്ലെന്നും ടോം ജോസഫ് പറഞ്ഞു. ഇന്ത്യൻ ടീമിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ടീമിന് ഒരു പ്ലെയർ കിട്ടുന്ന 5000 രൂപയാണ്. മറിച്ച് കേരള ടീം ഒരു ടൂർണമെന്റ് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 100 രൂപയാണ്. നിങ്ങൾ വിചാരിക്കും ലക്ഷങ്ങളാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്. പക്ഷേ മറിച്ച് ക്രിക്കറ്റ് ആണെങ്കിൽ ഒരു രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം 4-5 ലക്ഷങ്ങളാണ് ഒരു കേരള ടീമിൻ്റെ താരങ്ങൾക്ക് കിട്ടുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് ബംഗ്ലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മൊയ്തു പറമ്പത്ത്, ഇസ്മായിൽ വാണിമേൽ തുടങ്ങിയവർ സംസാരിച്ചു. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.